നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. മസ്കത്ത് മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ 2023-2024 സീസണിലെ എല്ലാ കച്ചേരികളും റദ്ദാക്കിയതായി റോയൽ ഒപ്പറ ഹൗസ് മസ്കറ്റ് അറിയിച്ചു. ക്ലാസിക്കൽ പ്രോഗ്രാം ഉപയോഗിച്ചായിരിക്കും പുനരാരംഭിക്കുക. ഇതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു ഭാഗം പലസ്തീനിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമായി ഒമാനി അതോറിറ്റി ഫോർ ചാരിറ്റബിൾ വർക്കുകളുമായി ഏകോപിപ്പിച്ച് പലസ്തീന് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മദീനത്ത് അൽ ഫഖാമ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അന്തർദേശീയ ഫുട്ബോൾ ലീഗ് മത്സരം 2023 സമാപിച്ചു. ടൂർണമെന്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യാതിഥിയും ശൂറ കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് നജീബ് അൽ സബ്ജാലി നിർവഹിച്ചു. വാദി കബീർ മസ്കറ്റ് ക്ലബ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒമാൻ, ഇന്ത്യ, സുഡാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അണ്ടർ 15, അണ്ടർ 13, അണ്ടർ 10, വെറ്ററൻസ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു കളി. അണ്ടർ 15, അണ്ടർ 13 കാറ്റഗറികളിൽ മസ്കറ്റ് ക്ലബ് ജേതാക്കളും സോക്കർ വേൾഡ് അക്കാദമി സലാല റണ്ണറപ്പുമായി. അണ്ടർ 10 കാറ്റഗറിയിൽ പ്രോസോൺ ചാമ്പ്യന്മാരായി. ഇന്ത്യൻ സ്കൂൾ വാദി കബീറാണ് റണ്ണറപ്പ്. ദുബായ് കൾച്ചറൽ ആൻഡ് ലിറ്റററി ഫോറം കവിത വായനയുടെ നാനാർത്ഥങ്ങൾ എന്ന പരിപാടിയിലേക്ക് UAEയിൽ സ്ഥിരതാമസക്കാരായവരിൽ നിന്നും കവിതകൾ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 കവിതകളുടെ വായനയും വിശകലനവും കാഫ് സംഘടിപ്പിക്കുന്ന കാവ്യസന്ധിയിൽ നടക്കും. കവി തൻ്റെ സ്വന്തം കവിത അവതരിപ്പിക്കുകയും മറ്റൊരാൾ നിരൂപണം നടത്തുകയും ചെയ്യും. 10 കവിതകളെക്കുറിച്ച് അവലോകനവും നടക്കും. കാഫ് നിലപാട് @gmail.com, CALFNILAPADU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ 2024 ജനുവരി 10 വരെ കവിതകൾ സ്വീകരിക്കും. ഇമെയിൽ ലഭിക്കുന്ന കവിതകൾ മാത്രമാണ് പരിഗണിക്കപ്പെടുകയെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പ്രവാസി വെൽഫെയർ ഈസ്റ്റേൺ പ്രോവിൻസ് കമ്മിറ്റി പുറത്തിറക്കിയ 2024 വർഷത്തെ കാലണ്ടർ പ്രകാശനം ചെയ്തു. ദമാമിൽ നടന്ന പരിപാടിയിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ഷബീർ ചാത്തമംഗലം, ജനറൽ സെക്രട്ടറി സുനില സലീം, അംഗങ്ങളായ ഷിഹാബ്, അബ്ദുറഹീം, അൻവർ ഫസൽ, സലീം ആലപ്പുഴ, റൌഫ് ചാവക്കാട്, സൈഫുദ്ദീൻ പെറ്റശ്ശേരി എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.